ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്, പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നടന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇന്ന് ഇപ്പം ഇപ്പം 2-3 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് തൃശ്ശൂർ പൂരമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് പൂരത്തിനൊന്നും പോയില്ല കേട്ടോ. നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞ് തന്നൊരു പൂവാണ് കേട്ടോ. ഇത് നമ്മുടെ കനകാമ്പരത്തിൻ്റെ വേറൊരു ടൈപ്പാണെന്ന് തോന്നുന്നു. ഇത്തിരി കൂടി ചെറിയ പൂവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. ഭയം രാവിലെ വെള്ളം വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വീടൊക്കെ ഒന്ന് തറയൊക്കെ ഒന്ന് കഴുകി തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇറയത്ത് നമ്മൾ വെള്ളം കോരി അവിടെ അങ്ങ് ഒഴിച്ചിട്ട് കേട്ടോ. ഭയങ്കര ചൂട് കാരണം രാവിലെ തന്നെ അരി നമ്മൾ കഴുകി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ. കാപ്പിക്ക് നമ്മൾ രാവിലെ അവൽ നനച്ചു കേട്ടോ. അവൽ നനച്ച് അതവിടെ മൂടി വെച്ചു. പിന്നെ അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ വീട്ടിലെ ടാങ്ക് നിറഞ്ഞ് വെള്ളം ചാടാൻ തുടങ്ങി. പിന്നെ വേഗം പോയി അവരുടെ ടാങ്കിലേക്കുള്ള ഇത് നിർത്തി കേട്ടോ. പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നൊക്കെ കഴുകി വെച്ചു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പിടിച്ചു കേട്ടോ. നമുക്കിവിടെ ജലനിധിയുടെ കണക്ഷനാണ്. ഇതിലിടയ്ക്ക് പൊട്ടും പൊടിയൊക്കെ വരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പൈപ്പിലൊരു തുണിയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടാണ് വെള്ളം പിടിക്കുന്നത്. അപ്പം വെള്ളം ഇങ്ങനെ അരിച്ച് നമ്മുടെ ടാങ്കിലേക്ക് വീണുള്ളൂ കേട്ടോ. നമ്മൾ കുടിക്കാനൊക്കെ ഉള്ള വെള്ളം നമ്മൾ നേരത്തെ പിടിച്ചകത്ത് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ചെടിക്കൊക്കെ കൊണ്ടൊഴിച്ചു കേട്ടോ. ആദ്യമേ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചതാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചെടിക്കൊക്കെ കൊണ്ടൊഴിച്ചു. കറ്റാവാഴയൊക്കെ നല്ലോണം പിടിച്ചു. എൻ്റെ നമ്മൾ കാണിച്ചു തന്ന പനിക്കൂർക്കയൊക്കെ പോയിട്ടോ. പിന്നെ രാവിലെ കറക്കി കുറച്ച് കോവയ്ക്ക് അരിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു കേട്ടോ. പട്ടിക്കാട് വരെ പോകണമായിരുന്നു. പൊന്നൂന് 1-2 ഉടുപ്പൊക്കെ തയ്ക്കാനാണ്. അപ്പം അതിനുള്ള ലൈനിങ് തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടിക്കാടിനൊക്കെ പോയി കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്, ചൂട് ഭയങ്കര ചൂടാണ്. പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ വണ്ടിക്ക് പെട്രോളൊക്കെ അടിക്കണമായിരുന്നു. വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതൊക്കെ നന്നാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കാണിക്കണം. അപ്പോൾ നമ്മളതിന് വേണ്ടി വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ ക്ലച്ചിന് ചെറിയ കംപ്ലൈൻറ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. ഒരു വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണേ. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് രാവിലെ കുറച്ച് തുണിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊന്നു അലക്കാമെന്ന് പറഞ്ഞു. ആശ്വാസമായി. അങ്ങനെ പൊന്നു തുണിയൊക്കെ സോപ്പ് വെള്ളത്തിലിട്ടതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അവൾ തുണിയൊക്കെ നല്ലോണം അലക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ തുണി അലക്കൊക്കെ പൊന്നിൻ്റെ വകയായി. പൊന്നുമാണ് തുണി അലക്കുന്നത് കേട്ടോ. അവൾ തുണിയൊക്കെ അലക്കി അവിടെ വിരിച്ചിട്ടു. പാത്രമൊക്കെ അവിടെ കഴുകി കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വയ്ക്കാൻ കടച്ചക്ക കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തേങ്ങ അരച്ചും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ കുറച്ച് കടച്ചക്ക അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി ചിപ്സ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ വെയിലത്ത് വെച്ചേക്കുമായിരുന്നു. ഏറെക്കുറെ ആയിട്ടുണ്ട്. അപ്പം ഞാനത് എണ്ണയിലിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുത്തു. നമ്മൾ ലേസ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കടച്ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊന്നൂനും ആദിക്കും കൊണ്ട് കൊടുത്തിട്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിനറിയാം. പിന്നെ അത് ഞാൻ അവർക്കങ്ങ് കഴിക്കാൻ കൊടുത്തു. കുറച്ചുണ്ടായിരുന്നു. പിന്നെ അത് വറുത്ത എണ്ണയിൽ നമ്മൾ ഉച്ചക്കത്തേനുള്ള പപ്പടം കൂടി പൊള്ളിച്ചെടുത്തു. നമ്മൾ കോവയ്ക്കയും കറി വെച്ചു. പിന്നെ കടച്ചക്ക വറുത്തരച്ചും കൂടി കറി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേനുള്ള കറി അതൊക്കെയാണ്. കോവയ്ക്ക്, കടച്ചക്ക, ചാറുകറി, പിന്നെ പപ്പടവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുപ്പിലുള്ള പരിപാടിയൊക്കെ ഏറെക്കുറെ സമാപിച്ചു. ഉണ്ടോ ഒരാവശ്യമില്ലാതെ തീ കത്തുന്നത്. ഇത്ര നേരം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തീക്ക് കത്തണ്ടായിരുന്നു. ഇതിവിടെ ഇങ്ങനെ സ്ഥിരം പരിപാടി കേട്ടോ. അപ്പം ഞാൻ കത്തിക്കൊണ്ടിരുന്ന കമ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പപ്പടമൊക്കെ പൊള്ളിച്ചെടുത്തു. നമ്മുടെ കടച്ചക്ക കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് നേരം വല്ലയിടത്തും പോയി ഇരിക്കാം. പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. അടുത്ത പണി പിന്നാലെ വരുന്നുണ്ട് എനിക്ക്. എന്തായാലും ഭയങ്കര ചൂടല്ലേ. ഇപ്പം ഫുൾ ടൈം ഫ്രിഡ്ജിലെ വെള്ളമാണ് കേട്ടോ എടുത്ത് കുടിക്കുന്നത്. തണുത്ത വെള്ളം കുടിക്കാതെ രക്ഷയില്ല. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് മടമടാന്ന് കുടിച്ചു. പിന്നെന്താ കുറച്ച് കുക്കുമ്പറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇനി 2 പീസും കൂടെ ബാക്കിയുണ്ട്. അതും കൂടി എടുത്ത് കഴിച്ചു കേട്ടോ.
പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ കുറച്ച് ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കാൻ വേണ്ടി കയറി. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൊടുക്കേണ്ടതാണേ. അപ്പം നമ്മളത് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് ഷേപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണേ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞ് ഏറെക്കുറെ സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണം പോകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ പ്രദക്ഷിണം പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ എന്തുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മൾ എപ്പോൾ ന്യൂസ് വെച്ച് നോക്കിയാലും ഈ പാമ്പ് കടി ഏറ്റു എന്നുള്ള വാർത്തകളെ കേൾക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇടണേ. ഞാനിവിടെ വീടിൻ്റെ പരിസരത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ ആ പുല്ല് കരിയുന്ന മരുന്നടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ലിൻ്റെ പുത്ത്, ഈ വിറകടിക്ക് വെച്ചേക്കുന്നത്, ചകിരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടി എടുത്ത് മാറ്റി എല്ലാവരും സുരക്ഷിതരായിരിക്കണം കേട്ടോ. എവിടെ നോക്കിയാലും ഈ പാമ്പിൻ്റെ വാർത്തയുള്ളതുകൊണ്ട് പേടിയാണ്. നമ്മളൊക്കെ എപ്പോഴും വീടൊക്കെ അടിച്ച് വാരി എല്ലായിടവും നോക്കിയിട്ട് രാത്രിയിലൊക്കെ ഫുള്ള് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. കാരണം നല്ല പേടിയുണ്ട്. അപ്പം വീടും പരിസരവും കഴിവതും ഇങ്ങനെ നനവ് ഇല്ലാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ എങ്ങനെ പോയാലും നമ്മൾ പാത്രം കഴുകുന്നിടം, പിന്നെ ബാത്റൂം സൈഡ്, പിന്നെന്താ നമ്മൾ തുണി അലക്കുന്ന ഭാഗം, അവിടെയൊക്കെ ഒരു തണുപ്പ് വരും. നമ്മൾ ചെടി നനയ്ക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ വൈകുന്നേരം ചെടി നനയ്ക്കലില്ല. രാവിലെ നനയ്ക്കുന്നേ ഉള്ളൂ. വൈകുന്നേരമൊക്കെ നനച്ചിട്ടാൽ തണുപ്പ് പറ്റി ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളിപ്പം വൈകുന്നേരം ചെടി നനയ്ക്കൽ നിർത്തി കേട്ടോ. എന്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഈ പാമ്പിൻ്റെ വാർത്തയാണ്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക, സേഫായിട്ടിരിക്കുക. കുഞ്ഞു കുട്ടികളെയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കഴിവതും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാതെയൊക്കെ ഒന്ന് നോക്കുക. പിന്നെ വീട്ടിൽ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ ജന്തുക്കളെയൊക്കെ അവർ കാര്യം പറഞ്ഞാൽ കടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതുങ്ങളിൽ അവസാനം കടിച്ച് പിടിച്ചെടുത്ത് പരിക്കാത്തോട്ടൊക്കെ കയറ്റിക്കൊണ്ട് വരും. അതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പം ഞങ്ങളിങ്ങനെ ഇറയത്ത് പ്രദക്ഷിണമൊക്കെ പോകുന്ന കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പ്രദക്ഷിണത്തിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഭയങ്കര പരിപാടിക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആൾ കുറവാണ് കേട്ടോ. ആൾക്കാർ കുറവാണ്. എന്നാലും പെരുന്നാളൊക്കെ നല്ല രീതിയിൽ നടന്നു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.